ഹലോ മക്കളെ, വെൽക്കം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ അക്കാഡമിക് കലണ്ടർ വന്ന കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ എക്സാമിൻ്റെ ടൈം ടേബിൾ കൂടെ ഔട്ടായിട്ടുണ്ട്. ക്രിസ്മസ് എക്സാമും അതുപോലെ ഓണപരീക്ഷയുടെയാണ്. ഇനി ബാക്കിയുള്ളത് നിങ്ങളുടെ ഫൈനൽ എക്സാമിൻ്റെ ഇതൊക്കെ മാർച്ചിലാണ്, ഡേറ്റ് വന്നിട്ടില്ല, അത് വഴിയെ വന്നോളും. അപ്പം നമുക്ക് നോക്കാം. നമ്മുടെ ഓണപരീക്ഷ ഓഗസ്റ്റ് 13 മുതൽ 21 വരെയാണ് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്. അതുപോലെ ക്രിസ്മസ് പരീക്ഷ ഡിസംബർ 10 മുതൽ 18 വരെയാണ്. അപ്പോൾ ഈ ഒരു ഓണപരീക്ഷയുടെ ഡേറ്റ് മാക്സിമം എന്തായാലും ഫിക്സ്ഡ് ആയിരിക്കും, ചേഞ്ച് ആവാൻ സാധ്യത കുറവായിരിക്കും. ഓഗസ്റ്റ് 13 മുതൽ 21 വരെ. അപ്പം അധിക സമയമില്ല. ജൂണിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് 2 ആഴ്ചത്തോളം ചിലപ്പോൾ ഗ്രാമർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. നേരിട്ട് നിങ്ങൾക്ക് ചാപ്റ്ററിലേക്ക് കടക്കുന്നുണ്ടാവില്ല. പക്ഷെ നമ്മുടേതായ രീതിയിലുള്ള പഠനങ്ങൾ തുടങ്ങുക. നിങ്ങൾക്ക് ചെറിയ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ലാംഗ്വേജിലായാലും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴേ റെഡിയാക്കി പോവുക. ഇനി 10ാം ക്ലാസ്സിലുള്ള മക്കളോടാണ് നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് ഫൈനൽ എക്സാം ആകുമ്പോഴേക്ക് നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. മാക്സിമം എഫേർട്ട് ഇടുക. നിങ്ങൾ ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. ടെൻഷൻ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള മാർക്കും കൂടെ പോവുകയാണ് ചെയ്യുക. ഓരോ കാര്യങ്ങളും നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കി തന്നെ കൃത്യമായ രീതിയിൽ ഓരോ സബ്ജക്റ്റും പ്രിപ്പയർ ചെയ്യുക. അത് നിർബന്ധമാണ്. ഇനി നമ്മുടെ ക്രിസ്മസ് പരീക്ഷയാണെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിലും പഠിക്കുന്നത് ഇപ്പോൾ ക്ലാസ്സിൽ എടുക്കുന്നതിനനുസരിച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരുന്നില്ല. ഇനി കൂടാതെ നമ്മുടെ ലീവിന്റെ കാര്യം കൂടെ വന്നിട്ടുണ്ട്. ഓരോ മാസത്തിൽ ഏതൊക്കെയാണ് ലീവ് വരുന്നതെന്നുള്ളത് അതുകൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മക്കളെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ജൂൺ മാസം വരുന്നത് 25-നൊരു ലീവ് വരുന്നുണ്ട്. മുഹറത്തിൻ്റെ ലീവാണ്. പക്ഷേ 27-ന് നിങ്ങൾക്ക് പ്രവൃത്തി ദിനമായിരിക്കും. ബാക്കി നിങ്ങൾക്ക് അല്ലാണ്ടുള്ള ഞായറാഴ്ചയുള്ള ലീവുകൾ തന്നെയാണ് വരുന്നത്. ഇനി അടുത്ത ജൂലൈ മാസത്തിലേക്ക് പോവാം. ജൂലൈ മാസത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ലീവ് ഒന്നും വരുന്നില്ല. ഒരു വേറെ എക്സ്ട്രാ ആയിട്ട് ലീവുകളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇനി ഓഗസ്റ്റ് മാസത്തിലാണെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും, നിങ്ങൾക്ക് കുറച്ചധികം ലീവ് കാണിക്കുന്നുണ്ട്. കർക്കിടക വാവിൻ്റെ ലീവ് 12-ന് വരുന്നുണ്ട്. നിങ്ങളുടെ എക്സാം പക്ഷേ 13-നാണ് 1ാം പാദ വാർഷിക പരീക്ഷ വരുന്നത്. പരീക്ഷ ആരംഭം അന്നാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് 22 തൊട്ട് നിങ്ങൾക്ക് 21-ന് നിങ്ങൾക്ക് സ്കൂൾ അടയ്ക്കുന്നുണ്ടാവും. 1ാം പാദ വാർഷിക പരീക്ഷ കഴിഞ്ഞു. സ്കൂൾ അടയ്ക്കുന്നത് 21-നായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് 29 വരെ നിങ്ങൾക്ക് ലീവ് കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് 29, 30 കഴിഞ്ഞ് അടുത്ത മാസമായിരിക്കും, അഥവാ സെപ്റ്റംബറിലായിരിക്കും നിങ്ങൾക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്ത് വെള്ളിയാഴ്ച ഒരു ലീവ് കാണിക്കുന്നുണ്ട്, ശ്രീകൃഷ്ണ ജയന്തിയുടെ. പക്ഷെ അത് കൂടാതെ നിങ്ങൾക്ക് ശനിയാഴ്ച പ്രവൃത്തി ദിനമായിരിക്കും, അധ്യാപക ദിനം കൂടിയാണ്. അന്ന് എന്തായിരിക്കും, പ്രവൃത്തി ദിനമായിരിക്കും. ഇനി 21-ന് ശ്രീനാരായണ ഗുരു സമാധി ദിനമാണ്. അപ്പോൾ 21-ന് ലീവുണ്ട്. പക്ഷെ അതിന് പകരമായിട്ട് 26-ന് പ്രവൃത്തി ദിനമായിരിക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നിങ്ങൾക്ക് അടുത്ത മന്തിലേക്ക് വരുന്ന സമയത്ത് 3-ന് നിങ്ങൾക്ക് ഹൈസ്കൂൾ പ്രവൃത്തി ദിനമാണ് കാണിച്ചിട്ടുണ്ട്. കാരണം ഗാന്ധി ജയന്തിയാണ് 2-ാം തീയതി. 3-ന് ഒക്ടോബർ 2-ന് ഗാന്ധി ജയന്തിയാണ്. അപ്പം 3-ന് നിങ്ങൾക്ക് സ്കൂൾ പ്രവൃത്തി ദിനമായിരിക്കും. ഇനി അതുപോലെ തന്നെ 10-ാം തീയതിയും ഒക്കെ ലീവ് കാണിക്കുന്നുണ്ട് ശനിയാഴ്ചകളിൽ. പക്ഷേ അതുപോലെ തന്നെ ഒക്ടോബറിൽ മഹാനവമി വിജയദശമി വരുന്നുണ്ട്. ആ ഒരു ലീവ് നിങ്ങൾക്ക് 24-ന് നിങ്ങൾ സ്കൂൾ പ്രവൃത്തി ദിനമായിരിക്കും ശനിയാഴ്ച. ആ ഒരു കാര്യം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് മന്തിലേക്ക് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് മന്തിൽ നിങ്ങൾക്ക് നവംബർ മാസത്തിൽ ലീവുകളൊന്നുമില്ല. ശനിയാഴ്ചയും ഞായറാഴ്ചയുള്ള ലീവുകളാണ്. ചില ദിവസങ്ങളിൽ പ്രവൃത്തി ദിനമായിരിക്കും. ഇനി ഡിസംബറിൽ നിങ്ങൾക്ക് അറിയാം എക്സാമാണ്. നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് 2ാം പാദ വാർഷിക പരീക്ഷ 9-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അക്കാഡമിക് കലണ്ടർ പ്രകാരം. അങ്ങനെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വെക്കേഷൻ കാണിക്കുന്നുണ്ട്. 10 ദിവസത്തോളം അല്ലെങ്കിൽ ഒരാഴ്ചത്തോളം നിങ്ങൾക്ക് ലീവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി ജനുവരി മാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ റിപ്പബ്ലിക് ഡേയുടെ ലീവ് ഉണ്ട്. അതുപോലെ തന്നെ മന്നം ജയന്തി കാണിച്ചിട്ടുണ്ട്. പക്ഷേ 30-ന് അടുത്ത 30 ശനിയാഴ്ച നിങ്ങൾക്ക് പ്രവൃത്തി ദിനമായിരിക്കും, റിപ്പബ്ലിക് ദിനത്തിൻ്റെ ലീവ് ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിലാണെങ്കിലും നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ ലീവുകളൊന്നുമില്ല. കാരണം ഇപ്പോൾ SSLC പഠിക്കുന്ന മക്കളാണെങ്കിൽ ആ ഒരു മാസം നിങ്ങൾക്ക് നിങ്ങളുടെ മോഡൽ എക്സാമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾ കുറച്ച് തിരക്കിലായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പബ്ലിക് എക്സാം, കമ്പ്യൂട്ടറിൻ്റെ പബ്ലിക് എക്സാമും കൂടി ആ ഒരു സമയത്ത് നടക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കത് കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈം തന്നെയാണ്. നെക്സ്റ്റ് മാർച്ച് മാസത്തിലേക്ക് വരുന്ന സമയത്ത് 10-ാം തീയതി ഒരു ലീവ് ഉണ്ട്. പക്ഷെ 27-ന് നിങ്ങൾക്ക് പ്രവൃത്തി ദിനമാണെന്ന് കാണിച്ചിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് ആ സമയത്തൊക്കെ എക്സാം ആയിരിക്കും.
കാരണം 31-ന് സ്കൂൾ അടയ്ക്കും, വേനലവധി സ്കൂൾ അടയ്ക്കുന്നതായിരിക്കും. ഏപ്രിൽ തൊട്ട് നിങ്ങൾക്ക് ഒഴിവാണല്ലോ, ലീവായിരിക്കും. സോ എക്സാം 31 കഴിയുണ്ടാവും. അപ്പോൾ 27-നും എക്സാം നടക്കാൻ സാധ്യതയുണ്ട്, ശനിയാഴ്ച കേട്ടോ. 10-ാം തീയതി ഒരു ലീവ് കാണിക്കുന്നുണ്ട്. അതിന് പകരമായിട്ടാണ്, അതുപോലെ തന്നെ പെസഹ വ്യാഴം ദുഃഖവെള്ളി വരുന്നുണ്ട് 25, 26. അതിന് പകരമായിട്ടാണ് 27-ന്. അപ്പം നിങ്ങൾക്ക് എക്സാം ഉണ്ടെങ്കിൽ എക്സാം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ മക്കളെ, നിങ്ങൾ നമ്മുടെ ലീവും കൂടെ അക്കാഡമിക് കലണ്ടറിൽ കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ടൈം ടേബിളും കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കുക. മാക്സിമം എഫേർട്ട് ഇട്ട് ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങുക. അപ്പം നിങ്ങൾക്ക് ഹെവി ആയിട്ട് തോന്നില്ല കുറച്ച് കഴിയുമ്പോഴേക്ക്. 30% മാർക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ മാത്രമേ പാസ്സാവുള്ളൂ. ടെൻഷൻ അടിക്കാണ്ട് നിങ്ങളുടേതായ ടൈം കൊടുത്ത് നിങ്ങൾ കുറച്ചേച്ച് പഠിച്ചു വരിക. സോ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ അല്ലേ മക്കളെ? അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്